ഈ ഒരു 100-110 കോടിയോളം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഫുൾ ഗ്രോത്തിൽ വന്ന് നമുക്ക് 102 കൂടകൾ കറക്റ്റായിട്ട് നമുക്ക് വിളവ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ട് ലഭിച്ച വിളവെന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിച്ച പോലെ തന്നെ 20 ദിവസം 25 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിളവിലേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം 45 ദിവസം നമുക്ക് കൃത്യമായിട്ട് തന്നെ 45 ദിവസം നമുക്ക് ആദ്യത്തെ വിളവെടുപ്പിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ മാത്രമല്ല നമ്മളിതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 2 നേരവും കൃത്യമായിട്ട് നമ്മളിതിന് വെള്ളം ഒഴിക്കണം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര ചൂടുമാണ്. അപ്പോൾ നല്ലപോലെ വാട്ടറിങ്, നല്ലപോലെ വെള്ളം കൊടുത്താൽ മാത്രമേ ഇതിന് ഇത്രയും കരുത്തോടെ നമുക്കിതിനെ നിലനിർത്താൻ കഴിയുള്ളൂ. ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ആളുകൾക്ക് നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൽ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും കൃഷിയെ കുറിച്ച് എന്താണെന്ന് അറിയില്ല. കുറേ പേർക്ക്, എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും കുറേ പേർക്ക് അങ്ങനെ അറിയില്ല. പടവും പറമ്പും പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഏറെ പ്രചാരത്തിലുള്ള ഒരു കൃഷിരീതിയാണ് ടെറസ് ഫാമിംഗ്. ടെറസ് ഫാമിങ്ങിലൂടെ ഇന്ന് ധാരാളം പേർ വരുമാനം കണ്ടെത്തുകയും അതോടൊപ്പം വീട്ടിലേക്കുള്ള വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കർഷകൻ്റെ പേര് ധനേഷ് എന്നാണ്. ഇദ്ദേഹം ഒരു കർഷകൻ മാത്രമല്ല, ഒരു ഗണിത ശാസ്ത്ര അധ്യാപകൻ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ടെറസിൽ കാന്താരിമുളക് അടക്കം വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ സ്ഥലത്ത്, ഒരു 25 സെൻറ്റോളം സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള മറ്റ് കൃഷികളും അതിനോടൊപ്പം തന്നെ കോഴി വളർത്തലൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പടവും പറമ്പും എപ്പിസോഡിലൂടെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കാണാം ധനേഷ് മാഷിൻ്റെ ടെറസ് ഫാം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ജീവിതമാണ് ഇനിയുള്ള നാളുകളിൽ മനുഷ്യജീവന്റെ നിലനിൽപ്പിന് ആധാരം. ഈ തിരിച്ചറിവിലാണ് ബത്തേരി നമ്പിക്കൊല്ലി കഴമ്പുകുന്നിൽ ധനേഷ് മാഷും കുടുംബവും തങ്ങളുടെ ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്യാൻ ഒരുങ്ങിയത്. സ്വകാര്യ സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ ധനേഷ് മാഷിന്റെ കൃഷിപാഠത്തിലെ കണക്കുകൂട്ടലുകളും കിറുകിറുത്യം. കൃഷിക്കായി വീടിനോട് ചേർന്നുള്ള സ്ഥലം പോരാതെ വന്നപ്പോൾ മാഷിന്റെ കൃഷി വീടിന് മുകളിലെത്തി. നമ്മൾ സാധാരണ ഒരുപാട് വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ടെറസ് ഫാമിംഗ് സംബന്ധിച്ച കുറേ വീഡിയോസ് നമുക്ക് കാണാൻ ഇടയുണ്ടായി. പ്രത്യേകിച്ച് കൊറോണ കാലത്തിൻ്റെയൊക്കെ അടുപ്പിച്ച്, അതിന് തൊട്ട് മുമ്പൊക്കെ തന്നെയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പച്ചക്കറികളാണ് നട്ടത്. അപ്പോൾ വഴുതന, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞളൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗത്തിനും നമ്മളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ പോലും നമുക്ക് മഞ്ഞൾപ്പൊടി ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു ഭയങ്കര താല്പര്യം നമുക്ക് ജനിച്ചു. ചെറിയ തോതിൽ കാർഷിക വിളകൾ നട്ട് പരിപാലിക്കുന്നവർക്കും കൃഷിക്ക് ആവശ്യമായ സ്ഥലമില്ലാത്തവർക്കും നഗരവാസികൾക്കും ഏറ്റവും സൗകര്യപ്രദമായ കൃഷി രീതിയാണ് ടെറസിലെ കൃഷി. ടെറസിലെ കൃഷിയായതുകൊണ്ട് തന്നെ കൃത്യമായ പരിചരണവും ആവശ്യമാണ്. ഒന്ന് നോട്ടം തെറ്റിയാൽ കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം. കൃത്യമായ ജലസേചനം, വളപ്രയോഗം എന്നിവ ആവശ്യമാണ്. ചെടികൾക്ക് സാധാരണ നിലത്തു നിന്നുള്ള ഘടകങ്ങളൊന്നും ലഭിക്കുന്നില്ല. നാം കൊടുക്കുന്ന വെള്ളം, വളം ഇവ മാത്രം ഉപയോഗപ്പെടുത്താനേ സാധിക്കൂ. വേനൽക്കാലത്ത് കൃത്യമായ ജലസേചനം ഇല്ലെങ്കിൽ ചെടികൾ വാടുകയോ ഉണങ്ങി നശിക്കുകയോ ചെയ്യും.
ടെറസിലെ കൃഷി ടെറസിനെയോ വീടിന്റെ കെട്ടുറപ്പിനെയോ ബാധിക്കുമോ എന്നത് നിരവധി ആളുകളുടെ സംശയമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഒഴിവാക്കാം. ചെടികൾ വയ്ക്കുന്ന ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഇവയ്ക്ക് താഴെ ഇഷ്ടിക വെച്ചാൽ കൂടുതൽ നല്ലത്. ചെടികൾ നനയ്ക്കുമ്പോൾ ഊർന്നിറങ്ങുന്ന വെള്ളത്തെ അവ ആഗിരണം ചെയ്തുകൊള്ളും. കൂടാതെ രാസവളങ്ങളും രാസകീടനാശിനികളും പ്രയോഗിക്കുന്നത് ഒഴിവാക്കുക. കാന്താരിമുളക്, തക്കാളി, വഴുതന തുടങ്ങിയവയെല്ലാം ഇന്ന് ധനേഷ് മാഷിന്റെ മട്ടുപ്പാവിലുണ്ട്. ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായി വീട്ടിലേക്കും അത്യാവശ്യം വിൽക്കാനുമുള്ള പച്ചക്കറികൾ മാഷും കുടുംബവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറിയ മട്ടുപ്പാവ് പരമാവധി ഉപയോഗപ്പെടുത്തി ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ കുടുംബം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വളരെ ചുരുങ്ങിയ സ്ഥലം 27 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മളുള്ള സ്ഥലത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചേന കൃഷിയും വാഴ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ടെറസ് നമ്മൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഞാൻ മഞ്ഞൾ, അതുപോലെ തന്നെ ഇഞ്ചി, വഴുതന, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ വിവിധ പച്ചക്കറി ഇനങ്ങളൊക്കെ നമ്മളുടെ ടെറസ് നമ്മൾ വിളയിച്ചെടുക്കാറുണ്ട്. അതുകൂടാതെയാണ് നമ്മളുടെ നെൽകൃഷിയും കാന്താരി കൃഷിയും ഒക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു 3-4 മാസമായിട്ട് ഈ പറഞ്ഞ വഴുതനയും തക്കാളിയും നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടേ വന്നിട്ടില്ല. അതുപോലെ തന്നെ മുളക്. അപ്പം സമയമില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾ, ചെറിയൊരു മാറ്റം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ഥലപരിമിതി ഒന്നും ഒരു ഘടകമല്ല. നമ്മളുടെ ഉള്ള സ്ഥലത്ത് വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഇത്തരം കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം സ്ഥലം അല്ലെങ്കിൽ സമയം ഇവ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഘടകമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്കൊക്കെ തന്നെ ഒഴിവ് സമയത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒന്നാമത് കീടനാശിനികളൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഒഴിവാക്കാം. പിന്നെ അവരുടെ സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനും സാധിക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയും മോനൊക്കെയാണ് വാസ്തവത്തിൽ ഇതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത്. അവരുടെ സമയം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ സമയം അവരിതിന് ചിലവഴിക്കാനും തയ്യാറാണ്. ഭാര്യ വീട്ടമ്മയാണ്, വളരെ പാഷനോട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പച്ചക്കറിക്കാണെങ്കിലും ഏത് വെറൈറ്റി ഇനം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും ടെറസിൻ്റെ മുകളിൽ. സ്ത്രീകളും അതുപോലെ തന്നെ മക്കളൊക്കെ, കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് നമുക്കറിയാം മീഡിയ മറ്റേ ഗാഡ്ഗറ്റുകളും മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കാണുന്ന കാര്യമാണ്. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്താൻ കഴിയും. ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി അവരുടെ ശ്രദ്ധ പതിയുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക്, ആരോഗ്യകരമായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെയും സമയത്തെയും ഒക്കെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീട്ടമ്മയായ സജിതയ്ക്ക് ഭർത്താവിനൊപ്പമുള്ള കാർഷിക ജോലികൾ ഇന്ന് ദിനചര്യയുടെ ഭാഗമാണ്. രാവിലെ വീട്ടുജോലികൾ കഴിഞ്ഞാൽ പിന്നെ മട്ടുപ്പാവിലെത്തുന്ന സജിതയ്ക്ക് ജോലികൾ ഏറെയാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും അത് കഴിക്കാനും മറ്റുള്ളവർക്ക് നൽകാനും കഴിയുന്നതിലെ സന്തോഷം പങ്കുവയ്ക്കുന്നു സജിത. ഞാൻ രാവിലെ 5:30 ആകുമ്പത്തേന് എഴുന്നേൽക്കും. പിന്നെ 8-നും കുഞ്ഞുമൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് 8 മണിയാകുമ്പത്തേന് എൻ്റെ പണികളെല്ലാം കഴിയും. പിന്നെ ടെറസിൽ കയറി വന്ന് ഇതിന് ചെടികളെല്ലാം നനച്ച് പിന്നെ അതിന് വളങ്ങൾ കൊടുക്കാനുള്ള കൊടുത്ത് പിന്നെയാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ പരിപാടികൾ. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാറുണ്ട്. ഒരു അമ്മമാർ കൃഷി ചെയ്യുന്നതൊക്കെ, ടെറസ് ഫാമിംഗ് ഒക്കെ കാണാറുണ്ട്.
അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടുക. ഇത് നന്നായിട്ട് ചെയ്യണം, നമുക്കും ഇതുപോലെ തന്നെ കൃഷി ചെയ്യണം എന്ന് തോന്നുന്നത്. അത് പിന്നെ ഇവിടെ കുറേ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പുറമേ നിന്നൊന്നും പച്ചക്കറി വാങ്ങിക്കാറേ ഇല്ല. എന്നാൽ അവർ ചെയ്യുന്ന കണ്ട് തന്നെ ഞാൻ ചെടികളെല്ലാം നട്ട് പച്ചക്കറികളെല്ലാം നട്ട് കൃഷി ചെയ്യാറുള്ളത്. പിന്നെ അതെല്ലാം ഇങ്ങനെ വിളഞ്ഞ് നിൽക്കും, നമുക്ക് പറിച്ചെടുക്കാനൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണല്ലോ ചെയ്യുന്നത്. എത്രത്തോളാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിൽ ടെറസിൽ മണ്ണ് കൊണ്ടുവരണം, നിറയ്ക്കണം, പിന്നെ അതെല്ലാം വളങ്ങളൊക്കെ കൊടുത്ത് അത് കായൊക്കെ ആയി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് എത്രത്തോളം കൃഷി ചെയ്യാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇതിനെല്ലാം ചെയ്തു തരുന്നത് ഏട്ടനാണ്. ഏട്ടൻ എല്ലാ കാര്യങ്ങളും ഗ്രോ ബാഗ് വാങ്ങിക്കാനും വളങ്ങളും മറ്റെല്ലാ സാധനങ്ങളും നമുക്ക് കറക്റ്റ് ടൈമിന് വാങ്ങിത്തരാനും ഒക്കെ ചെയ്യുന്നത് ഏട്ടനുമാണ്. ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്കത്. കുപ്പാടി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃത് ശങ്കറിന് കൃഷി അറിവുകൾ ലഭിക്കുന്ന വിദ്യാലയമാണ് തൻ്റെ വീടിന് മുകളിലെ പച്ചക്കറിത്തോട്ടം. സ്കൂളിലേക്ക് പോകും മുമ്പും സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാലും അമൃത് ശങ്കർ ആദ്യം എത്തുന്നത് ടെറസിന് മുകളിലേക്കാണ്. ചെടികൾ നനയ്ക്കാനും പച്ചക്കറി വിളവെടുക്കാനും അമൃത് ശങ്കറാണ് മുന്നിൽ. ഇതുമാത്രമല്ല, കൃഷി അറിവുകൾ കൂട്ടുകാർക്ക് കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കൻ. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും കൃഷിയെ കുറിച്ച് എന്താണെന്ന് അറിയില്ല. കുറേ പേർക്ക്, എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും കുറേ പേർക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് പറയും. പിന്നെ ടീച്ചർമാരോടും പറയും, ഇങ്ങനെ ഞാൻ കൃഷിയൊക്കെ ചെയ്തു, ഇന്ന രീതിയിൽ നമുക്ക് ഈ സ്കൂളിലും ചെയ്താലോ എന്നൊക്കെ അങ്ങനെ കുറേ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരന്മാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കും ഞാൻ പറഞ്ഞിട്ട് കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതും. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് തയ്യൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൃഷിയിൽ ഞാൻ കാന്താരിയിലാണെങ്കിൽ ചാണകവെള്ളമൊക്കെ ഒഴിക്കാനും പിന്നെ വെള്ളം നനയ്ക്കാനും ഒക്കെ കൂടും. പിന്നെ തക്കാളിക്കൊക്കെ നനയ്ക്കും. പിന്നെ വഴുതനങ്ങയും ഒക്കെ പറിക്കുകയൊക്കെ ചെയ്യും, വിളവായത്. പിന്നെ കാന്താരിയൊക്കെ നല്ല മൂപ്പായതൊക്കെ പറിക്കുകയൊക്കെ ചെയ്യും. അമ്മ ടെറസിൽ രാവിലെ പോകുമ്പോൾ പിന്നെ നനയ്ക്കാനൊക്കെ കൂടും. പിന്നെ കളകളൊക്കെ പറിക്കാനൊക്കെ കൂടും കാന്താരിയിൽ പിന്നെ പച്ചക്കറിയിലൊക്കെ. കുഞ്ഞനാണെങ്കിലും മലയാളിയുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്തവനാണ് കാന്താരി മുളക്. മുളക് വർഗത്തിലെ കുഞ്ഞനാണെങ്കിലും എരിവിൻ്റെ കാര്യത്തിൽ മുന്നിലാണ് കാന്താരി. കുഞ്ഞൻ കാന്താരിക്ക് നാട്ടിൽ കിട്ടാത്ത പെരുമ വലിയ പട്ടണങ്ങളിലെ ഷോപ്പിംഗ് മാളുകളിലെ കണ്ണാടിക്കൂടുകളിൽ കിട്ടുന്നുണ്ട്. വില കേട്ടാലോ ആരുമൊന്നു ഞെട്ടും. ആവശ്യക്കാർ ഏറിയതും ഉൽപാദനം കുറഞ്ഞതുമാണ് കാന്താരിക്ക് വില വർദ്ധിക്കാൻ കാരണമായത്. കാന്താരിയാണ് ഇപ്പോൾ ഈ മട്ടുപ്പാവിലെ താരം. 300 രൂപയ്ക്ക് മുകളിലാണ് ധനേഷ് മാഷ് തൻ്റെ കാന്താരി വിൽപ്പന നടത്തുന്നത്. നമുക്ക് ഈ ഒരു 100,
110 കോടിയോളം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഫുൾ ഗ്രോത്തിൽ വന്ന് നമുക്ക് 102 കൂടകൾ കറക്റ്റായിട്ട് നമുക്ക് വിളവ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ട് ലഭിച്ച വിളവെന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിച്ച പോലെ തന്നെ 20 ദിവസം 25 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിളവിലേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം 45 ദിവസം നമുക്ക് കൃത്യമായിട്ട് തന്നെ 45 ദിവസം നമുക്ക് ആദ്യത്തെ വിളവെടുപ്പിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ മാത്രമല്ല നമ്മളിതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 2 നേരവും കൃത്യമായിട്ട് നമ്മളിതിന് വെള്ളം ഒഴിക്കണം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര ചൂടുമാണ്. അപ്പോൾ നല്ലപോലെ വാട്ടറിങ്, നല്ലപോലെ വെള്ളം കൊടുത്താൽ മാത്രമേ ഇതിന് ഇത്രയും കരുത്തോടെ നമുക്കിതിനെ നിലനിർത്താൻ കഴിയുള്ളൂ. ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ആളുകൾക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൽ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ വാട്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉടനെ നമ്മൾ ജീവാമൃതം എന്ന് പറഞ്ഞ നമ്മളുടെ ജൈവ വളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ജീവാമൃതം തയ്യാറാക്കി നമ്മൾ സ്റ്റോക്കാക്കി വെക്കും. ഓരോ 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഇതിങ്ങനെ ജീവാമൃതം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തൈകൾക്ക് ഇത്രയും ചൂടൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിലും ഈ ഒരു പച്ച കളറും ഇത്രയും നല്ലപോലെ വിളവൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. രാസവളങ്ങളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ എപ്പോഴും അഭിപ്രായം. അത് നമ്മൾ പരമാവധി നമ്മൾ പാലിക്കുന്നുമുണ്ട്. മാത്രമല്ല ഈ ഉൽപ്പാദിപ്പിക്കുന്ന വഴുതനയും തക്കാളിയും ഒക്കെ തന്നെ നമ്മുടെ സമീപ വീടുകളിലൊക്കെ തന്നെ ആവശ്യക്കാരുണ്ട്. അവരിവിടെ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് പോകാറുണ്ട്, തക്കാളിയും വഴുതനയൊക്കെ പ്രത്യേകിച്ച്. പക്ഷേ കാന്താരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇടക്കാലത്ത് നമ്മളുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്തു നിന്നും അതുപോലെ തന്നെ കൊല്ലത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ നമുക്ക് ഓർഡർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് പഴുത്ത കാന്താരി വേണ്ട ആളുകളുണ്ട്, പച്ചക്കാന്താരി വേണ്ട ആളുകളുണ്ട്. നമുക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടും 2 ദിവസത്തെ ഗ്യാപ്പിന് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു വിപണനം ലഭിക്കുന്നുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ പ്രദേശത്ത് ലഭിക്കുന്ന മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ ആ പ്രദേശങ്ങളിലെ വിലയാണ് അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ കോഴിക്കോട് ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, അവർ നമ്മുടെ നിന്ന് പഴുത്ത കാന്താരിമുളകൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തുള്ള എനിക്ക് തോന്നുന്നതൊരു വീട്ടമ്മയാണെന്ന് തോന്നുന്നു, അവരവിടെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങി അവിടെ ചെറിയ കൂടകളിലാക്കിയിട്ട് അവർ വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ഈ തൈകൾക്ക് വേണ്ടിയും വിത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു നല്ലൊരു കൃഷിരീതിയായിട്ട് തന്നെ ഇതിൻ്റെ നല്ലൊരു മറ്റ് ജനങ്ങളെ കൂടി നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രചോദനം നൽകാനും കൂടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കോഴി വളർത്തലിലും മാഷും കുടുംബവും ഒരു കൈ നോക്കുന്നുണ്ട്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നെറ്റ് കെട്ടിയാണ് കോഴി വളർത്തൽ. വീട്ടിലേക്ക് ആവശ്യമായ മുട്ട ഉൽപ്പാദിപ്പിക്കുകയും ബാക്കിയുള്ളത് വിൽക്കുന്നതിലൂടെ വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട് ഇവർ. നമുക്ക് ഈ ടെറസ് ഫാമിങ്ങും അതുപോലെ ഇഞ്ചി ചേന കൃഷിയൊക്കെ കൂടാതെ തന്നെ കുറച്ച് കോഴികളും കൂടെ ഉണ്ട്. ഒരു 22ഓളം കോഴികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോഴിക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും വലയൊക്കെ കെട്ടി നായ്ക്കളുടെ ശല്യവും ഒന്നും വരാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് തന്നെയാണ് അവയെ പരിപാലിക്കുന്നത്. നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട കൂടാതെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് മുട്ട നൽകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ ടൈമായിട്ട് ചെയ്യാറുണ്ട്. ഈ കോഴി കൃഷിയും ഇപ്പോൾ ഒരു സെറ്റ് കോഴികളുടെ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ ആ കോഴികളുടെ മുട്ട നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെറ്റ് കോഴികളെ കൊണ്ടുവന്ന് വീണ്ടും ഈ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ നെൽകൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അതേ ഗൗരവത്തോടെ തന്നെ അതേ സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ ഈ കോഴികളെയും പരിപാലിച്ച് പോരുന്നത്. നമുക്ക് വിവിധ ഇനങ്ങൾ നാടൻ കോഴിയും ഗ്രാമജ്യോതി കോഴിയൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അന്തിമ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാനസിക ഉല്ലാസം തന്നെയാണ്. നമുക്ക് പ്രകൃതിയുമായിട്ടും കൃഷിയുമായിട്ടൊക്കെ നമുക്ക് ഇണങ്ങി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഇന്നത്തെ കാലത്ത്
ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഗണിതശാസ്ത്ര അധ്യാപകനായ ധനേഷ് മാഷ് വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച സേവനം പോലെ തന്നെ കാർഷിക മേഖലയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സമയം കണ്ടെത്തുന്നു. തൻ്റെ ജീവിതത്തിലെ കൃഷിയറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാനും ഈ അധ്യാപകൻ മറക്കാറില്ല. ഞാൻ ജോലി ചെയ്യുന്നത് ബത്തേരി പൂമല മക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലാണ്. അവിടുത്തെ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ജോലിയും കൃഷിയും ഒക്കെ നമ്മൾ ഒരേപോലെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ രാവിലെ 9 മണിക്ക് ആകുമ്പോൾ സ്കൂളിലെത്തണം. വൈകുന്നേരം നമ്മൾ 5 മണിയോട് തിരിച്ചെത്തുന്നു. പക്ഷേ അതിന് ശേഷമുള്ള ഈ 5 മണിക്ക് ശേഷമുള്ള സമയത്താണെങ്കിൽ പോലും നമ്മളുടെ ഈ കൃഷി പരിപാടികളിലേക്ക്, ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ, അല്ലെങ്കിൽ കാന്താരി കൃഷിയാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ഇഞ്ചി ചേന കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധയിരിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ചും ഒഴിവ് ദിവസങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു കൃഷി മേഖലയിലേക്ക് തന്നെയാണ് ചിലവഴിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലും നമുക്ക് വളരെ നല്ലൊരു പച്ചക്കറിത്തോട്ടം നമുക്ക് സ്കൂളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സഹായിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇതിലൂടെ കഴിയുന്നുണ്ട്. നല്ല ഔഷധ സസ്യങ്ങളുടെ തോട്ടം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. അതുപോലെ തന്നെ ഒരുപാട് പരിസ്ഥിതി സംഘടനകളൊക്കെ, മീൻസ് വോയിസ്ക പോലെയുള്ള സംഘടന, അതുപോലെ തന്നെ വിവിധ സീഡ് നല്ല പാഠം ക്ലബ്ബുകളൊക്കെ സ്കൂളിലുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളും ഈ കൃഷിയോടൊക്കെയുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ പോലും ഇപ്പം ഉത്സവ സീസണായി കഴിഞ്ഞാൽ ചെണ്ട പരിപാടികളുണ്ട്. അപ്പം എൻ്റെ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതേപോലെ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം വീട്ടിലെ കൃഷിയാണെങ്കിൽ നമുക്ക് രാവിലെ നമുക്കൊരു 6:30 കൂടി ടെറസ് ഫാമിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ വെള്ളമൊഴിക്കൽ, അതുപോലെ തന്നെ വളം നൽകൽ, അതിലൊക്കെ തന്നെ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ഒരു ജോലിയും കൃഷിയും എങ്ങനെ കൊണ്ടുനടക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും ഒരു ഉദാഹരണമാണത്. പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, നമുക്കിതൊക്കെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്, നമ്മൾ സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമയപരിമിതി ഒരിക്കലും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഈ വിളവെടുപ്പും ഈ പച്ചക്കറിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇനിയും സമയം പോരാ എന്നുള്ള തോന്നൽ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ധനേഷ് മാഷിൻ്റെ മട്ടുപ്പാവിലെ കൃഷി അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അല്ലേ. നമുക്കറിയാം ഇന്ന് മട്ടുപ്പാവിലെ കൃഷി, അത് ടെറസ് ഫാമിംഗ് എന്നത് വളരെ പരിചിതമായ ഒന്നാണ്. വയനാട്ടിൽ പലരും അത് പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുക്കളത്തോട്ടങ്ങളുണ്ട്. ഈ ടെറസ് ഫാമിങ്ങിലൂടെ വരുമാനം നേടുന്നവരുണ്ട്. വീട്ടമ്മമാരാണ് അധികവും. അതിൽ ഒരു അധ്യാപകനായ ഒരു കർഷകനെയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അദ്ദേഹം വലിയൊരു വരുമാനമൊന്നും കണ്ടിട്ടല്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്യാമെന്നുള്ളൊരു ആശയത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ടെറസ് ഫാമിംഗ് ആരംഭിച്ചത്. അത് ഇന്നൊരു അദ്ദേഹത്തിനൊരു വരുമാന മാർഗ്ഗം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കാന്താരി ആണെങ്കിലും, കാന്താരിക്ക് നമുക്ക് ഇവിടെ വിലയുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് അത് കൊടുക്കുമ്പോൾ 300 രൂപയ്ക്ക് മുകളിൽ അതിന് വില കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ടെറസിലൊരു കുറച്ച് സ്ഥലത്ത് ഇത്രയും വലിയൊരു വരുമാനം നേടാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്കെപ്പോഴും പരാതിയാണ്, ചെറിയ സ്ഥലപരിമിതി മൂലം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ നമുക്ക് വീടിന് ചുറ്റും അധികം സ്ഥലമില്ല. ആ സമയത്താണ് വീടിൻ്റെ മുകളിൽ ടെറസ് ഉപയോഗപ്പെടുത്തി ഇങ്ങനൊരു നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് അല്ലേ. എന്തായാലും എല്ലാവരും ഇദ്ദേഹത്തെ മാതൃകയാക്കട്ടെ. ടെറസൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരു കാര്യമുള്ളത്, റൂഫ് അടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റൂഫ് അടിക്കാത്ത ടെറസുകളുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു കൃഷി രീതി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ സ്ഥലങ്ങളിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം. സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കട്ടെ. പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.